നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം, ഒന്നാം പാദം, ആറാമത്തെ അധ്യായം, ഗംഗാ മഹാത്മ്യം. ഭഗവത് ഭക്തി മഹാത്മ്യം കേട്ട് സന്തുഷ്ടനായ നാരദൻ വീണ്ടും ചോദിച്ചു, ക്ഷേത്രങ്ങളിലും തീർത്ഥങ്ങളിലും വെച്ച് ഉത്തമമായത് ഏതെന്ന് പറഞ്ഞു തന്നാലും. സനകൻ പറഞ്ഞു, സർവസമ്പൽക്കരവും ദുഷ്ടഗ്രഹനിവാരണത്തിനും രോഗശമനത്തിനും ആയുസ്സിന്റെ വർദ്ധവിനും കാരണമായ തീർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഋഷിമാർ ക്ഷേത്രങ്ങളിലും തീർത്ഥങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞിട്ടുള്ളത് ഗംഗാ യമുന സംഗമമാണ്. അവിടുത്തെ വെളുപ്പും കറുപ്പും കലർന്ന വെള്ളത്തിൽ പുണ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ബ്രഹ്മാവ് മുതലുള്ള ദേവന്മാരും മുനികളും മനുഷ്യരും സ്നാനം ചെയ്യുന്നു. വിഷ്ണുപാദങ്ങളിൽ നിന്നാണ് ഗംഗയുടെ ആരംഭം. യമുനയാകട്ടെ സൂര്യനിൽ നിന്നും. ഇവർ രണ്ടുപേരുടെയും സമാഗമം എത്ര മംഗളകരമായിരിക്കും! ഓർത്താൽ പോലും ദുഃഖങ്ങളില്ലാതാക്കുന്ന ഗംഗ നദികളിൽ ഒന്നാമത്തേതാണ്. സമുദ്രത്തിൽ എത്തുന്നതുവരെ ഭൂമിയിൽ എത്ര പുണ്യസ്ഥലങ്ങളുണ്ടോ അതിൽ ശ്രേഷ്ഠമാണ് പ്രയാഗം. ബ്രഹ്മാവ് വിഷ്ണുവിന് വേണ്ടി യാഗം ചെയ്തത് ഇവിടെയാണ്. മഹർഷിമാർ ഇവിടെ പലതരത്തിലുള്ള യാഗങ്ങൾ ചെയ്യുന്നു. പുണ്യങ്ങളായ എത്ര അഭിഷേകങ്ങൾ ചെയ്താലും ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ 16-ൽ ഒരംശം പോലും ഫലം ലഭിക്കില്ല. 100 യോജനകൾക്കപ്പുറത്തു നിന്നും ഗംഗയുടെ നാമം ഉച്ചരിച്ചാൽ പോലും പാപമോചനം കിട്ടും എന്നിരിക്കെ ഗംഗയിൽ കുളിച്ചാൽ ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് പറയാനുണ്ടോ? വിഷ്ണുപാദത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു, ശിവന്റെ ശിരസിൽ വധിക്കുന്നു, ദേവന്മാരും മുനികളും ആശ്രയിക്കുന്നു. ഇത്തരത്തിലുള്ള ഒന്നിനെ പാമരന്മാർ ആശ്രയിച്ചാലുള്ള ഗുണം പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? അവിടുത്തെ മണ്ണെടുത്ത് നെറ്റിയിലണിഞ്ഞാൽ അതിനെ കണ്ണായി കാണണം. താഴെ അർദ്ധചന്ദ്രനും ഉണ്ടാകും. ദേവന്മാർക്ക് പോലും കിട്ടാത്ത പുണ്യമാണ് അവിടുത്തെ കുളി. വിഷ്ണു സാരൂപ്യമാണ് അതുകൊണ്ട് കിട്ടുന്നത്. പാപികൾ പോലും ഇവിടെ കുളിച്ച് പാപം കഴുകിക്കളഞ്ഞ് വിമാനത്തിലേറി സ്വർഗത്തിൽ എത്തുന്നു. പിതൃകുലത്തിനും മാതൃകുലത്തിനും പുണ്യം നൽകുന്നു. മറ്റു തീർത്ഥങ്ങളിൽ കുളിച്ച് ഗംഗയെ സ്മരിച്ചാൽ പോലും പുണ്യം കിട്ടും. ഗംഗാസ്നാനം നടത്തിയ ആളെ കാണുന്നത് പോലും പാപനാശനത്തിന് ഉതകും. തുളസിയുടെ ചുവട്ടിലെയും ബ്രാഹ്മണ പാദത്തിലെയും ഗംഗയിലെയും മണ്ണ് വിഷ്ണുലോകത്തിൽ എത്തിക്കുന്നതാണ്. ഗംഗാ, തുളസി, അചഞ്ചലമായ ഹരിഭക്തി, ധർമ്മം ഉപദേശിക്കുന്നവരോട് ആദരവ് എന്നിവ ഒരുമിച്ച് കാണുന്നത് വളരെ വിരളമാണ്. നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ കാലിലെ മണ്ണ്, ഗംഗയിലെ മണ്ണ്, തുളസിയുടെ ചുവട്ടിലെ മണ്ണ് എന്നിവ ഭക്തിപൂർവ്വം ശിരസിലണിയുന്നവൻ വിഷ്ണുപദം പ്രാപിക്കും. എനിക്ക് എപ്പോഴാണ് അവിടെ ചെന്ന് ഗംഗയെ കാണാൻ സാധിക്കുക എന്ന് ചിന്തിച്ചാൽ പോലും മോക്ഷം കിട്ടുന്നതാണ്. വിഷ്ണു തന്നെ 6 വർഷങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാലും തീരാത്തതാണ് ഗംഗയുടെ ഗുണവിശേഷങ്ങൾ. ഗംഗ ഇവിടെയുള്ളപ്പോൾ ജനങ്ങൾ നരകത്തിൽ പോകുന്നു എന്നത് തീർച്ചയായും മായ കൊണ്ട് മാത്രമാണ്. വിഷ്ണുവിനെ സ്തുതിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗംഗയുടെയും തുളസിയുടെയും സ്മരണം തന്നെ സംസാര ദുഃഖത്തെ ഇല്ലാതാക്കും. ഗംഗ എന്ന 2 അക്ഷരം ഉച്ചരിച്ചാൽ തന്നെ വിഷ്ണുപദം ലഭിക്കും. ഗംഗയിലെ 3 യോജന നടന്നു പോകുന്ന ഞാൻ ചെന്നെത്തുന്നത് സൂര്യലോകത്തിൽ ആയിരിക്കും. മേടം, തുലാം, ചിങ്ങം എന്നീ മാസങ്ങളിൽ ഗംഗയെ സേവിക്കുന്നത് കൂടുതൽ പാവനത്വം നൽകുന്നു. ഗോദാവരി, ഭീമരതി, കൃഷ്ണ, രേവ, സരസ്വതി, തുംഗഭദ്ര, കാവേരി, കാളിന്തി, ബാഹുദ, വേത്രവതി, താമ്രവർണി, സരയു തുടങ്ങിയ തീർത്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠയായിട്ടുള്ളത് ഗംഗ തന്നെയാണ്. വിഷ്ണുലോകം നിറഞ്ഞു നിൽക്കുന്നത് പോലെ സർവവ്യാപിയാണ് ഗംഗയും. കുളിക്കാനും കുടിക്കാനുമായി ഉപയോഗപ്പെടുത്തുന്ന ഇത് ലോകത്തെ തന്നെ പാവനമാക്കുന്നു. എല്ലാ ദേവന്മാരും ആശ്രയിക്കുന്ന വാരാണസി ഉത്തമമാണ്. ഈ പേര് കേൾക്കാൻ സാധിച്ചിട്ടുള്ള കാതുകൾ പോലും ധന്യങ്ങളാണ്. അവിമുക്തം എന്ന ദേശത്തെക്കുറിച്ച് ഓർക്കുന്നവർ തന്നെ പാപവിമുക്തരായി ശിവലോകത്ത് എത്തുന്നു. കാശിയുടെ സ്മരണം കൊണ്ട് കിട്ടുന്ന പുണ്യത്തിന്റെ ഫലമായി സ്വർഗം കിട്ടിയാൽ വീണ്ടും കാശിയിൽ ജനിച്ച് ചക്രവർത്തിയായിട്ട് വാഴാൻ കഴിയും. കാശിയെക്കുറിച്ച് കൂടുതൽ എന്തു പറയാൻ? പേരുച്ചരിച്ചാൽ പോലും ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അനുഭവിക്കാറാകും. ദർശനമാത്രയിൽ മനുഷ്യരെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുന്ന ഗംഗാ യമുന സംഗമം കാശിയേക്കാൾ മഹത്തരമാണ്. മകരമാസത്തിൽ ഗംഗയുടെ ഏതു ഭാഗത്ത് സ്നാനം നിർവഹിച്ചാലും ലോകത്തിന് മുഴുവൻ പുണ്യം കിട്ടും. ഇന്ദ്രപദവിയും ലഭിക്കും. ലോകത്തിന് നന്മ നൽകുന്ന ശിവൻ ലിംഗരൂപത്തിൽ നിത്യമായി കുടികൊള്ളുന്ന ഗംഗയുടെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത്? ലിംഗം ഹരിയുടെ രൂപം ധരിക്കുന്നു. ഹരി ലിംഗത്തിന്റെ രൂപം ധരിക്കുന്നു. ദുഷ്ടന്മാർ മാത്രമാണ് ഇവിടെ ഭിന്നത കാണുന്നത്. അജ്ഞാനമാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് മാത്രമാണ് ശങ്കരനാരായണ രൂപത്തിൽ ഭേദം കാണാൻ കഴിയുക. ലോകാവസാനത്തിൽ കാരണങ്ങൾക്കും കാരണമായി വർത്തിക്കുന്ന ലോകനിയന്താവ് രുദ്രരൂപം ധരിച്ച ഹരി തന്നെയാണ്. വിഷ്ണു രൂപത്തിൽ പരിപാലിക്കുന്നു, ബ്രഹ്മരൂപത്തിൽ സൃഷ്ടിക്കുന്നു,
ഹരരൂപത്തിൽ അവസാനിപ്പിക്കുന്നു. ഹരിയുടെയും ശങ്കരന്റെയും ഇടയിൽ നിന്ന് ബ്രഹ്മാവിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും ഫലം പാപം തന്നെ ആയിരിക്കും. മൂന്ന് രൂപങ്ങളും ചേർന്ന് ഒന്നാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ശാസ്ത്രങ്ങൾ നിൽക്കുന്നത്. കാശി വിശ്വേശ്വരനെ ജ്യോതിർലിംഗം എന്നാണ് വ്യവഹരിക്കുന്നത്. കാശിയിൽ പ്രദക്ഷിണം വെച്ചാൽ സപ്തദ്വീപുകളെയും പ്രദക്ഷിണം വെച്ച ഫലമാണ്. ധാതുക്കൾ, മണ്ണ്, മരം, കല്ല്, ചിത്രം എന്നിവയിലെല്ലാം ശിവന്റെയോ വിഷ്ണുവിന്റെയോ രൂപം കുത്തിയാലും അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. തുളസി, പത്മം എന്നിവയിലും പുരാണം വായിക്കുന്നിടത്തും ഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പുരാണ കഥകൾ പറയുന്നവരെ ഹരി എന്ന് തന്നെ വ്യവഹരിക്കാറുണ്ട്. ഹരിഭക്തി കൊണ്ട് ഗംഗാസ്നാനത്തിന്റെ ഫലം കിട്ടും. പുരാണ ശ്രവണത്തിന്റെ ആഗ്രഹം ഗംഗാസ്നാന തുല്യവും അത് പറയുന്ന ആളോടുള്ള ആദരവ് പ്രയാഗത്തിന് തുല്യവുമാണ്. സംസാര സാഗരത്തിൽ മുങ്ങിപ്പോയ ലോകത്തെ പുരാണങ്ങൾ കേൾപ്പിച്ച് ഉയർത്തിയെടുക്കുന്ന ആളെ ഹരി എന്ന് തന്നെയാണ് പറയുന്നത്. ഗംഗയ്ക്ക് സമാനമായ ഒരു പുണ്യസ്ഥലമോ മാനത്തിന് സമാനമായ ഗുരുവോ വിഷ്ണുവിന് തുല്യമായ ദൈവമോ ഗുരുവിനേക്കാൾ വലിയ തത്വമോ ഇല്ല തന്നെ. വർണ്ണങ്ങളിൽ ബ്രാഹ്മണർ എന്ന പോലെ, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ എന്ന പോലെ, ജലാശയങ്ങളിൽ സമുദ്രം എന്ന പോലെ ഗംഗ ഏറ്റവും ഉത്കൃഷ്ടയാണ്. ശാന്തിക്ക് തുല്യമായ ബന്ധുവോ സത്യത്തിനേക്കാൾ വലിയ തപസ്സോ മോക്ഷത്തെക്കാൾ വലിയ നേട്ടമോ ഇല്ലാത്തതുപോലെ ഗംഗയേക്കാൾ ശ്രേഷ്ഠമായ ഒരു നദിയില്ല. പാപങ്ങളുടെ ദാവാഗ്നിയും സംസാര രോഗങ്ങളുടെ വൈദ്യനുമായ ഗംഗയെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും സേവിക്കേണ്ടതാണ്. പാപനാശിനികളായ ഗായത്രിയെയും ജാനവിയെയും ഭക്തിയോടെ കാണാത്തവർ പതിതന്മാരാണ്. ഗായത്രി ഛന്തസ്സുകളുടെ മാതാവും ജാനവി ലോകത്തിന്റെ മാതാവുമാണ്. ഇവർ രണ്ടുപേരും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും. ഗായത്രി പ്രസാദിക്കുന്നിടത്ത് ഗംഗ പ്രസാദിക്കും. അഭീഷ്ടദാനം ചെയ്യാൻ രണ്ടുപേരിലും വിഷ്ണുവിന്റെ ശക്തി കുടികൊള്ളുന്നു. ലോകഹിതത്തിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. ഗായത്രി, ജാനവി, തുളസിഭക്തി, ഹരിഭക്തി എന്നിവ നേടാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. സ്മരിച്ചാൽ പാപനാശിനിയും കണ്ടാൽ വിഷ്ണുലോകം നൽകുന്നവളും പാനം ചെയ്താൽ വിഷ്ണു സാരൂപ്യം നൽകുന്നവളുമാണ് ഗംഗ. ഇവിടെ കുളിച്ചാണ് വിഷ്ണുപദത്തിൽ എത്തുന്നത്. ഗംഗാജലത്തിന്റെ ഒരു തുള്ളി ശരീരത്തിൽ വീണാൽ പോലും പാപമോചനം സാധ്യമാകും. ഇതിലെ ജലബിന്ദുക്കൾ സ്പർശിച്ചിട്ടാണല്ലോ സകരപുത്രന്മാർ രാക്ഷസഭാവം വെടിഞ്ഞ് മോക്ഷം പ്രാപിച്ചത്. ഇതോടുകൂടി 6-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.